ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 3 മന്ത്സായി. 3 മന്ത്സിനിടയിൽ ഞാൻ ആരാണെന്നോ അല്ലെങ്കിൽ എൻ്റെ വീട് എവിടെയാണെന്നോ ഞാൻ എന്താണോ ചെയ്യണേ അങ്ങനത്തെ യാതൊരു വിശേഷങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് ആണ്. ഗൈസ്, എൻ്റെ നെയിം വരുന്നത് പൂർണിമ എന്നാണ്. എന്നെ വീട്ടിൽ വിളിക്കണ എൻ്റെ ചിലപ്പേര് പാറു എന്നാണ്. പാറുസേ, പാറുക്കുട്ടി എന്നൊക്കെ വിളിക്കും. ഗൈസ്, അപ്പോൾ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയായിട്ട് അച്ഛനും അമ്മയ്ക്കുള്ള ഒരേ ഒരു മോളാണ് ഞാൻ. ഞാനും അച്ഛനും അമ്മയും മാത്രമല്ല കേട്ടോ എൻ്റെ വീട്ടിലുള്ള ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയും കൂടെ ഉണ്ട്. അവൻ്റെ പേരാണ് ഓക്സിൻ. പിന്നെ എനിക്കങ്ങനെ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അങ്ങനെ യാതൊരു കലാപരിപാടികളും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആകെ അറിയുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, ചെയ്യാറുമുണ്ട്. ഞാനൊരു ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ഒരു ഗേളാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു 10 അല്ലത്തിന് 15 മിനിറ്റുള്ളിൽ കരയുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു എക്സ്ട്രോവേർട്ടും കൂടിയാണ്. ഞാൻ വേഗം തന്നെ എല്ലാവരുമായിട്ടും ചാടിക്കയറി മിണ്ടി സംസാരിച്ച് കമ്പനി ആവുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. പിന്നെ എൻ്റെ ക്യാരക്ടറുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് എന്ത് തോന്നും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കത്തൊന്നുമില്ല. എനിക്കെന്താണോ പറയാനുള്ളത് അത് ആരുടെ അടുത്താണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട്. അല്ലാതെ മറ്റൊരാളുടെ ഇമോഷൻസിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ അത് പറഞ്ഞു കഴിയുമ്പോൾ കുറേ സമയം ഒന്ന് ആലോചിക്കും കേട്ടോ. പക്ഷെ അത് പറയണ്ടായിരുന്നു കാരണം എന്നിൽ നിന്ന് ആ വ്യക്തി അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലോ ഞാനിങ്ങനെ പറയുമെന്ന്. അപ്പോൾ അത് അയാൾക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ടാവും എന്ന് ഓർത്ത് ഞാൻ തന്നെ കുറേ സമയം ആലോചിച്ച് വിഷമിക്കാറുണ്ട്, സ്വയം റിഗ്രറ്റ് അടിക്കാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ആരും കോൺഫിഡൻ്റ് അല്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ആരും അങ്ങനെ കോൺഫിഡൻ്റ് അല്ല കേട്ടോ എൻ്റെ ക്യാരക്ടർ കൊണ്ട് തന്നെ. പിന്നെ ഞാൻ എല്ലാവരും പെട്ടെന്ന് തന്നെ കണ്ണടച്ച് വിശ്വസിച്ച് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാത്ത പണികളില്ല. ഞാൻ വിശ്വസിക്കുന്ന പലരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവരെന്നെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ പാരൻസിനെ നമുക്ക് വിശ്വസിക്കാം, അവർ നമ്മുടെ ലൈഫിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവും. അതല്ലാതെ വേറെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.